ജിലാനി തങ്ങളത്തെ ഒരു കുട്ടി പഠിച്ചിരുന്നു. ആ കുട്ടി മണ്ടനാണ്. മണ്ടൻ തന്നെ അങ്ങനത്തെ ഒരു മണ്ടല്ലാന്ന് കിതാബ് കണ്ടു. ഒന്നും പറഞ്ഞാൽ മനസ്സിലാവും. ജിലാനി തങ്ങൾ 13 ക്ലാസ്സാണ് ഒരു ദിവസം നടത്തുന്നത്. 13 ക്ലാസ് ജിലാനി തങ്ങൾ. അതിൻ്റെ ഇടയിൽ സമൂഹത്തിന് മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് ഓറന്നെയുള്ളത് 13 ക്ലാസ്. അപ്പൊ ആ കുട്ടിയുടെ പേര് ഉബയ്യ് എന്ന കിതാബിൽ കാണും. താദഫി ഇമാമ് ഖലായിദിൽ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കുട്ടി മണ്ടന. അതുകൊണ്ട് തന്നെ കുട്ടിയാക്ക് കൂട്ടുകാരായി, ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞ ശരീക്കന്മാരായി ആരുമില്ല. കാരണം മണ്ടക്കുട്ടിയാക്ക് ഓതി കൊടുക്കുമ്പോ ആ മണ്ടത്തരത്തിനനുസരിച്ച് ആഴത്തിലേക്ക് ഇറങ്ങാൻ പറ്റാതെ ആ മണ്ടത്തരത്തിനനുസരിച്ച് ഓതി കൊടുക്കണ്ടേ. സാധാരണ ഉസ്താദ്മാര് ക്ലാസ് എടുക്കല് ഇവർക്കൊക്കെ അറിയും. ക്ലാസ് എടുക്കേണ്ടത് എന്താന്ന് വെച്ചാല് അമിത ബുദ്ധി, മിതബുദ്ധി, മന്ദബുദ്ധി, ഇങ്ങനെ 3 ബുദ്ധിയാണുള്ളത്. അതിൽ അമിത ബുദ്ധിയുള്ള ആൾക്ക് ക്ലാസ് എടുത്താൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ കിടന്ന് ഇങ്ങനെ ഓത്ത് നോക്കിയിരിക്കണ്ടേ, എന്താ ഈ പറയണത്, ഇതിന്റെ പരിഭാഷ പിന്നെ പറയിക്കാരെന്നുള്ള കാത്തിരിക്കണ്ടേ. അപ്പൊ അമിത ബുദ്ധിക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. മന്ദബുദ്ധി ക്ലാസ് എടുത്താൽ മറ്റേ കുട്ടികളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. എന്ത് ക്ലാസ് ആണ് ഇത്? എന്നാ ക്ലാസ് എടുക്കേണ്ടത് മിതബുദ്ധിക്കാണ്. എന്നാ അമിത ബുദ്ധിക്ക് കുറച്ചൊക്കെ ക്ഷമ കിട്ടിയാൽ അതിലിരിക്കും. മന്ദബുദ്ധി കുറഞ്ഞൊക്കെ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരുക്കത്തേക്ക് ഇങ്ങനെ ഓങ്ങും ചെയ്യും. അപ്പൊ അതിന്റെ ഇടയിൽ നിന്നിട്ടാ ക്ലാസ് എടുക്കേണ്ടത്. അങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ക്ലാസ്സിൽ ആരും പങ്കെടുക്കൂല. കാരണം എന്തുകൊണ്ട്? ഈ കുട്ടിക്ക് ഒത്തുകൊണ്ട് ക്ലാസ് എടുക്കാൻ കഴിയൂല. ആ കുട്ടിക്കിലേക്ക് ഇറങ്ങിയാലോ ആവശ്യമില്ലാതെ ആവർത്തനം 10 വട്ടം 15 വട്ടം ഒക്കെ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ കുട്ടിയൊക്കെ അന്നേരം കൊണ്ട് ചായ കുടിച്ച് പോരാ. അപ്പോൾ ഈ കുട്ടിക്ക് ശരീക്കന്മാരിലെ ഉദ്ദ എന്ന കിതാബ്, അമ്പലി മദഹബിലെ കിതാബ് ജീലാനി ഓതി കൊടുക്കുക. 10 വട്ടം 11 വട്ടം 12 വട്ടം ഒക്കെ ഇങ്ങനെ ജീലാനി പാപ്പ ആവർത്തിക്കാണ്. അപ്പൊ ആ മനുഷ്യന് സ്വർഗം ആഗ്രഹിച്ചിട്ടല്ലേ ഇത് ചെയ്യുന്നത്? ഈ മന്ദബുദ്ധിക്ക് ഇങ്ങനെ ഓതി കൊടുത്തിട്ട് കാര്യം കിട്ടുമോ? അള്ളാന്റെ ദീൻ ഒരു കുട്ടിക്ക് പഠിപ്പിക്കാൻ നോക്കന്നെ കുറെ വട്ടം ആവർത്തിക്കാം. അതിനേക്കാണ് ആശ്ചര്യം എവിടെയെന്നറിയോ? ഈ കഥ പൂർത്തിയാവുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഈ കുട്ടിക്ക് ഇങ്ങനെ ആവർത്തിക്കുക. അപ്പൊ ഒരു ദിവസം അവിടുത്തെ അമീർ കാണാൻ വന്നപ്പോ ഈ ക്ലാസ് എടുക്കണം. അപ്പൊ അമീറോടെ അവിടെ കാത്തിരുന്ന് ക്ലാസ് കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്പുറത്ത് ജിലാനി തങ്ങൾ ഈ കുട്ടിക്ക് ഒരട്ടം പറഞ്ഞു കൊടുക്കും. മോനെ കൊണ്ട് പറയണില്ല, കണ്ടനാട് കൊടുക്കുക, ഇല്ല അടിക്കൊന്നും ചെയ്യരുത് മക്കളെ. അങ്ങനെ പിന്നെയും പറഞ്ഞു, ഈ മോനെ കിട്ടൂല, പിന്നെയും പറയും. അങ്ങനെ കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോത്തിന് എത്ര നേരായി. അതിന് മോൻ ക്ലാസ് കഴിഞ്ഞ് പോയപ്പോ ഈ അമീർ കണ്ട് കടന്നിട്ടാണ് ഈ ഫിഖ് പഠിക്കുന്ന ഈ മോന്റെ പേര് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കി ക്ഷമിക്കും നിങ്ങൾ. വല്ലാത്ത ക്ഷമ തന്നെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി നമ്മൾ നെട്ടുന്നൊരു മറുപടിയാണ് പറഞ്ഞത്. മാ ബഖിയ മിൻ ഇസ്തിബാരി ലഹു ഇല്ലാ 5 അയ്യാം ഔ 6 അയ്യാം. എന്റെ മോന് ഉബയ്യിന് വേണ്ടി ഞാൻ 5 ദിവസമല്ലേ ക്ഷമിക്കേണ്ടി വരൂ, അതിനപ്പുറം ക്ഷമിക്കേണ്ടി വരില്ല. കറാമത്ത് നിറഞ്ഞ മഹാനല്ലേ ജീലാനി പാപ്പ. അപ്പൊ ഈ കുട്ടിയാണ്ട് വളരുന്ന അമീർ മനസ്സിലാക്കിയത് 5 ദിവസം കൂടി കുട്ടിയാണ്ട് വളരുകാരൻ. അങ്ങനെ കുറെ അനുഭവം ഉണ്ടല്ലോ ജീലാനി പാപ്പാനെ കൊണ്ട്. ചെറിയ ഒരു മോൻ വലിയ സ്ഥാനത്തേക്ക് ദിവസങ്ങളെ കൊണ്ടെത്തിയത് ഉണ്ടല്ലോ ജീലാനി അനുഭവത്തിൽ. അങ്ങനെ മനസ്സിലാക്കിയത്. 5ാമത്തെ ദിവസം ഉബയ്യ് ലോകത്തോട് വിട പറയുന്നു. അപ്പൊ ഈ കുട്ടി വളരൂല, ഒരു മൂല്യരാകൂല. ഈ കുട്ടി വരുന്ന 5ാമത്തെ ദിവസം മരിക്കാണ്. എന്നാലും ഇന്ന് കഷ്ടപ്പെട്ട് ഓതി കൊടുക്കും. ഇതാണ് അള്ളാഹ്ക്ക് വേണ്ടി ഓതി കൊടുക്കലും, അള്ളാഹ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കലും, അള്ളാഹ്ക്ക് വേണ്ടി ദർസ് എടുക്കലും, അള്ളാഹ്ക്ക് വേണ്ടി മദ്രസ എടുക്കലും, അള്ളാഹ്ക്ക് വേണ്ടി വാളേറലൊക്കെ. എങ്ങനെ ഉപകാരം ഉണ്ടാവൂല എന്നല്ല, എനിക്ക് അള്ളാഹിന്റെ ഒക്കെ ഒന്ന് കൂലി കിട്ടണം. ഇതാ ഈ കുട്ടിക്ക് ഓതി കൊടുത്താൽ കൂലിട്ടു. 10 ആവർത്തിച്ച കൂലിട്ടു. നല്ല ബുദ്ധിയുള്ള കുട്ടിയെ ഓതി കൊടുത്താളാ അതുപോലെ തന്നെ. ഒരട്ടം പറഞ്ഞാലോ അതിന് കൂലിട്ടു, 2 വട്ടം പറഞ്ഞാൽ അതിന് കൂലിട്ടു. കൂലി 2 സമല്ലേ. ചെറിയ മക്കളോ അതാമെന്ന് വലിയ മക്കളാണ്. ചിലവർക്ക് അതിന് വലിയ കുട്ടികൾ വേണം ദർസിന്, എന്നാലേ ദർസിന് ചാലോനെ കൊടുക്കുള്ളൂ. അതൊക്കെ മുസീബത്താ. ചെറുതാകട്ടെ വലുതാകട്ടെ ദർസുകൾ നിലനിർത്തണം.